വിജയകുമാർ, ഡൽഹിയിൽ 6 ഇടങ്ങളിലാണ് ഈ മോക്ക് ഡ്രിൽ നടന്നത്. ഞാനിപ്പോൾ അത് ഖാൻ മാർക്കറ്റിലാണ്. ഖാൻ മാർക്കറ്റിൽ വിപുലമായ ഒരു മോക്ക് ഡ്രിൽ തന്നെയാണ് ഏതാണ്ട് അരമണിക്കൂർ സമയത്ത് നടന്നത്. കടകളിൽ നിന്ന് പരിക്കേറ്റ ആളുകളെ രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ഒക്കെ തന്നെ അത്തരം സാഹചര്യങ്ങളെ ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്നതിൻ്റെ പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടത്. സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ, ഒപ്പം തന്നെ NDRFിൻ്റെയും പോലീസിൻ്റെയും ആശുപത്രിയുടെയും ഒക്കെ തന്നെ RML ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെയും ഒക്കെ തന്നെ സേവനം ഈ ഒരു മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ആളുകളെ പെട്ടെന്ന് പരിക്കേറ്റ ആളുകളെ പ്രത്യേക ഒരിടത്തേക്ക് കൊണ്ടുവരാനും അവിടെ ഹാം റേഡിയോ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെക്കുകയും ചെയ്തിരുന്നു. ആ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒക്കെ തന്നെ ഒരു വിശദമായ ഒരു പരിശീലനം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി, ദില്ലിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് പിന്നീട് ഒരു തീപിടുത്തമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് ഫയർഫോഴ്സ് ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടി ഈ സമയം ഇവിടെ നടക്കുകയുണ്ടായി. അതിനുശേഷം പരിക്കേറ്റ ആളുകൾക്ക് ചികിത്സ നൽകുന്നതും അവിടെ നിന്ന് കൂടുതൽ പരിക്കുള്ള ആളുകളെ ദില്ലിയിലെ RML ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ, ആംബുലൻസുകളെത്തി ആളുകളെ കൊണ്ടുപോകുന്നതും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ഒരു പുതിയ അനുഭവമാണ്. ഇങ്ങനെയൊന്ന് ഈ സമീപകാലത്ത് ഒന്നും തന്നെ ഓർമ്മകളിലോ പോലും ആർക്കും ഉണ്ടാകില്ല. അങ്ങനെ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ദില്ലിയിൽ ഉണ്ടായത്. മോക്ക് ഡ്രില്ല് യഥാർത്ഥത്തിൽ എങ്ങനെ സംഘടിപ്പിക്കണം, എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ്, ഏറ്റവും ഭംഗിയായ തരത്തിൽ ദില്ലിയിൽ അത് നടന്നു. ഖാൻ മാർക്കറ്റിൽ മാത്രമല്ല, മുനിസിപ്പൽ കോർപ്പറേഷനിൽ, വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ 3-ലൊക്കെ തന്നെ ഈ തരത്തിൽ കേന്ദ്രീയ വിദ്യാലയം, അങ്ങനെ 6 ഇടങ്ങളിലാണ് ഈ തരത്തിൽ മോക്ക് ഡ്രില്ല് നടന്നത്. ഇപ്പോൾ മോക്ക് ഡ്രില്ല് പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ചൊരു വിലയിരുത്തൽ, അത് ഓരോ വിഭാഗങ്ങൾ, ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ഒരു വശത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു. NDRFിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, അവർ ആ തരത്തിൽ സംസാരിക്കുന്നു. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയെത്തി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്ന ക്രമീകരണങ്ങൾ ഏത് തരത്തിലായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നു. ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ള ആളുകൾ, കളക്ടർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഒരു വശത്ത് ഹാം റേഡിയോ സംവിധാനം അടക്കം ഒരുക്കുകയും അത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരു സമയത്ത്, ഒരു ബ്ലാക്ക് ഔട്ടിൻ്റെ സമയത്ത് ഏത് തരത്തിലാകും പെട്ടെന്ന് ആശയവിനിമയം നടത്തേണ്ടി വരിക എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത, ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നമുക്ക് എങ്ങനെ പ്രതികരിക്കേണ്ടി വരും, ജനങ്ങൾക്ക് എങ്ങനെ അപകട സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരും, ഒരു അപകടത്തിലേക്ക് ആളുകൾ ചെന്ന് പെട്ടാൽ അവിടെ നിന്ന് പിന്നീട് തുടർന്ന് അവരെ എങ്ങനെ രക്ഷിച്ച് നല്ല ചികിത്സ ലഭ്യമാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു മോക്ക് ഡ്രിൽ, അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പോൾ ഖാൻ മാർക്കറ്റിൽ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ദില്ലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവം തന്നെയാണ്. കാരണം ഇങ്ങനെയൊന്നും സമീപകാലത്തൊന്നും തന്നെ ദില്ലി കണ്ടിട്ടില്ല. 6 ഇടങ്ങളിൽ ഒരേ സമയം സൈറൺ മുഴങ്ങുന്നു, അതിന് പിന്നാലെ ഈ തരത്തിൽ ഒരു മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നു, പരിക്കേറ്റ ആളുകളെ തോളിലെടുത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു നാടകീയമായ കാഴ്ച തന്നെയാണ് ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി ഈ ദില്ലിയിലെ 6 ഇടങ്ങളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഖാൻ മാർക്കറ്റിലടക്കം കണ്ടത്. വിജയകുമാർ. നേരത്തെ ശ്രീനാഥ് പറഞ്ഞതുപോലെ 1971-ലാണ് ഇത്തരമൊരു മോക്ക് ഡ്രില്ല് നമ്മൾ നടത്തിയതെന്ന് ബംഗ്ലാദേശ് വിമോചന കാലം. ആ സമയത്താണ് ഇത്തരം ഒരു മോക്ക് ഡ്രില്ല് നടന്നത്. അതിനുശേഷം ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം, ഇത്രയും പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി അത്തരമൊരു മോക്ക് ഡ്രില്ലിൻ്റെ സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടു വന്നു എന്നത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഡൽഹിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈ മോക്ക് ഡ്രിൽ നടന്നു. പൊതുവെ ഈ അരമണിക്കൂർ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റി എന്നാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത എവിടെയാണ് നിൽക്കുന്നത്? ശ്രീനാഥ് ഖാൻ മാർക്കറ്റിലെ മോക്ക് ഡ്രില്ലിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത്. വിനീത എവിടെയാണ്? വിജയകുമാർ, ഞാൻ നിൽക്കുന്നത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ കെട്ടിട സമുച്ചയത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിനുള്ളിൽ നിന്നുള്ള ആളുകളെ അടക്കം ഇതിനോടകം ആദ്യഘട്ടത്തിൽ അവർ സൈറൺ മുഴക്കുന്നു, പിന്നാലെ ആളുകളടക്കം ഇവിടെ നിന്ന് സുരക്ഷിതരായി അവർ മാറ്റുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകുകയാണ്. ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടായാൽ എങ്ങനെ അവർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ പോലീസിന്റെ പ്രത്യേക വിഭാഗം ഇവിടെ കൂടുതൽ പോലീസിനടക്കം എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ NDRF സംഘമുണ്ട്, സിവിൽ ഡിഫൻസ് ടീമുണ്ട്. ഇങ്ങനെ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ സെന്ററിൽ ഈ മോക്ക് ഡ്രിൽ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് കാണുന്ന ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ഒരു പെട്ടെന്നൊരു ഘട്ടമുണ്ടായാൽ അവിടെ നിന്നുള്ള ആളുകളെ എങ്ങനെയാണ് പുറത്തേക്ക് എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ സൈറൺ മുഴക്കി, പിന്നാലെ അവിടെ നിന്നുള്ള ആളുകളെ അവിടെ നിന്ന് ഉടനെ പുറത്തേക്ക് മാറ്റി. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകുകയാണ്. ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ച് ആദ്യഘട്ടത്തിൽ വിന്യസിക്കണം, ഒപ്പം തന്നെ ഏതൊക്കെ ഘട്ടങ്ങളിൽ അടിയന്തര സഹായം അവർക്ക് ഉറപ്പാക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്.